ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരവാദി ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസം ഏതാണ്? RSS സംഘ് പരിവാർ ഫാസിസം. അന്നും ഇന്നും ഇന്ത്യയിൽ ഏറ്റവും വലിയ ആപത്ത് ഏതാണ്? സംഘപരിവാറിൻ്റെ ഫാസിസം തന്നെയാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളപ്പോഴാണ് 1948 ജനുവരി 30 നമ്മുടെ ഹൃദയത്തെ കൂട്ടിക്കൊണ്ടുപോവുക. ഞാനൊന്നും 1948 ജനിച്ച ആളല്ല. പക്ഷേ ജനിച്ചു വീഴുമ്പോൾ ഓർമ്മ വന്ന കാലത്ത്, ബുദ്ധി വന്ന കാലത്ത്, മനുഷ്യരായി ജീവിക്കാൻ തുടങ്ങിയ കാലത്ത്, അറിവും അക്ഷരങ്ങളും വായനയെയും ഹൃദയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന കാലത്ത് നമ്മൾ പഠിച്ചൊരു പാഠമുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിനൊരു പിതാവുണ്ടായിരുന്നു, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, സാക്ഷാൽ മഹാത്മാഗാന്ധി. ആ മഹാമനുഷ്യനെ വെടിവെച്ച് കൊന്നതാരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. എന്തിനാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്? ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും സിഖുകാരനും ക്രൈസ്തവനും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും പേർസി മതക്കാരനും മതമില്ലാത്തവനും ഇന്ത്യയിൽ ജനിച്ചവരെല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട്, ഇന്ത്യ ഒരു അഹിംസയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിലൂടെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഒരു വെളിച്ചമായി നിന്നത് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച മഹത്തായ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമാണ് സത്യം, അഹിംസ, സാഹോദര്യം, സഹവർത്തിത്വം, പരസ്പരമുള്ള ബഹുമാനം, വിട്ടുവീഴ്ച, എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഇൻക്ലൂഷൻ. അതിനെതിരായിട്ടാണ് RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഫാസിസം ഏറ്റവും വലിയ ഭീകരവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെയിലൂടെ ഉപയോഗിക്കപ്പെട്ടത്. ഇന്ന് നമുക്ക് വലിയ വേദന ഉണ്ടാക്കുകയാണ്. നാഥുറാം വിനായക് ഗോഡ്സെയെ മഹത്വൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഭരണകൂടം. മഹാത്മാഗാന്ധിയെ തമസ്കരിക്കാനും ശ്രമിക്കുന്നു. ആ മഹാത്മാഗാന്ധിയെ തമസ്കരിക്കാനും നാഥുറാം വിനായക് ഗോഡ്സെയെ മഹത്വൽക്കരിക്കാനും ശ്രമിക്കുന്ന ഫാസിസ്റ്റുകൾ രാജ്യത്തിൻ്റെ ആപത്താണ്. അവർ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്. ഒരുപക്ഷെ പുറത്തവർക്ക് വേണമെങ്കിൽ തൽക്കാലം അധികാരവും ഭരണവും ഉണ്ടാകും. ആത്യന്തികമായി ഈ രാജ്യത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, രാജ്യത്തിൻ്റെ മനസ്സിനെ നോയിപ്പിക്കുന്ന, നമ്മുടെ ചിന്തകളെ പുറകിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഈ ദുഷ്ടശക്തികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആപത്ത്. കരുതിയിരിക്കുക. അവർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ നമുക്ക് ചുറ്റും കഴുകൻ കണ്ണുകളുമായി നടക്കുന്നുണ്ട്. അവരെ നമ്മൾ കരുതിയിരിക്കുക. ആ കരുതലാകണം ഈ രക്തസാക്ഷി ദിനത്തെ നമ്മളെല്ലാവരെയും മനസ്സിൽ ഓർമ്മയുണ്ടാകുന്നത്. മഹാത്മാഗാന്ധി മരിക്കില്ല. മഹാത്മാഗാന്ധി ഒരിക്കലും മരിച്ചിട്ടില്ല. ജീവിക്കും നമ്മളിലൂടെ. ഈ ആകാശത്തെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂമിയും ഇന്ത്യയും നിലനിൽക്കുന്ന കാലം വരെ, നമ്മളെപ്പോലുള്ള ആളുകളുടെ ഹൃദയം നിലനിൽക്കുന്ന കാലം വരെ നമ്മുടെ ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ വർണ്ണം മറ്റാത്ത മയിൽപ്പീലി പോലെ ഈ മഹാമനുഷ്യൻ ജീവിക്കും.